ഇതൊരു പൂച്ചയുടെയും എലിയുടെയും കഥയാണ്. പണ്ട് 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 മഴ പെയ്യുന്നൊരു സമയം വീടിനകത്ത് ഒരു മിന്നു എന്ന പൂച്ചയുണ്ടായിരുന്നു. വീട്ടമ്മയായ ലീലക്ക് മിന്നു കുട്ടിയെപ്പോലെ തന്നെയായിരുന്നു. ലീലാമ്മയുടെ ജീവിതം മിന്നുവിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നിറഞ്ഞിരുന്നു. പക്ഷേ വീട്ടിനുള്ളിൽ ഒരാൾ കൂടി ജീവിച്ചിരുന്നു. ആരും കാണാത്തവൻ, ശബ്ദമില്ലാതെ ഇഴയുന്നവൻ. അയാളുടെ പേരാണ് കുഞ്ഞൻ, ചെറിയൊരു എലി. കുഞ്ഞന് വീട്ടിലെ ആളുകളെ ഭയമായിരുന്നു. കഴിക്കാനുള്ളതെങ്കിലും കിട്ടണമെങ്കിൽ പാത്രങ്ങൾക്കിടയിലൂടെ അൽമാറക്കകത്തേക്ക് പോകണം. പക്ഷെ അവിടെ നമ്മുടെ മിന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻക്ക് അങ്ങോട്ട് പോവാൻ ഭയമായിരുന്നു. കുഞ്ഞൻ പൂച്ചയോട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. പക്ഷേ മിന്നു എന്ന നമ്മുടെ പൂച്ചയ്ക്ക് എലിയുടെ സാന്നിധ്യം അപ്പോഴും തോന്നിയിരുന്നു. എന്നാലാകട്ടെ നമ്മുടെ മിന്നുവിന് കുഞ്ഞുനെ ചങ്ങാതിയാക്കാൻ തോന്നിയിരുന്നു. മിന്നുവിന് വേറെ ആരും തന്നെ കൂട്ടിരുന്നിരുന്നില്ല. ഒരു രാത്രി ലീലാമ്മ അടുക്കളയിൽ വീണു. അപ്പോൾ നമ്മുടെ കുഞ്ഞു എലി ഭക്ഷണത്തിനായി അടുക്കളയുടെ ഒരു മൂലയിൽ ഉണ്ടായിരുന്നു. ഇത് കണ്ട കുഞ്ഞു പെട്ടെന്ന് ഭയന്നു. നമ്മുടെ മിന്നു ആകട്ടെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മിന്നുവിന് ഭക്ഷണം കിട്ടാൻ വൈകിയതുകൊണ്ട് അവൾക്ക് വിശക്കാൻ തുടങ്ങി. ലീലാമ്മയുടെ ശബ്ദം കേൾക്കാതിനാൽ മിന്നു തോന്നി എന്തോ പ്രശ്നമുണ്ട്. മിന്നു വേഗം തന്നെ അടുക്കള ഭാഗത്തേക്ക് പോയിരുന്നു. അടുക്കള എത്തിയ മിന്നുവിന് ലീലാമ്മയുടെ കിടപ്പ് കണ്ട മിന്നുവിന് ഭയം തോന്നി. ലീലാമ്മൻ്റെ അടുത്തേക്ക് എത്തിയവൻ അവൻ അവിടെ കുഞ്ഞുവിനെയും കണ്ടു. അവൻ കുഞ്ഞുവിൻ്റെ അടുത്തേക്ക് പോയി അവനോട് കാര്യം പറയാൻ തുടങ്ങി. അവൻ മിണ്ടാപ്രാണിയായതിനെ കൊണ്ട് അവൾക്ക് അവൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. കണ്ണിലൂടെ അവൻ ഭയവും സങ്കടവും കാണിച്ചു. അപ്പോൾ കുഞ്ഞുവിന് മനസ്സിലായി എന്തെങ്കിലും ചെയ്യണമെന്ന്. പെട്ടെന്ന് നമ്മുടെ കുഞ്ഞു വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അയൽവാസിയായ ആൾക്കാരെ അറിയിക്കണം. ഇത് കണ്ട ലീലാമ്മ അപ്പോഴേക്കും എണീറ്റ് ഒരു സോഫയിലിരുന്നു. മിന്നു പൂച്ചയും കൂടെ ഉണ്ടായി. ലീലാമ്മയ്ക്ക് മനസ്സിലായി മിണ്ടാപ്രാണി ആയാലും ഒരു ജീവൻ രക്ഷിക്കാൻ അവരുടെ പ്രയത്നം. അതിനുശേഷം കുഞ്ഞുവും മിന്നുവും ഒരേ പാത്രത്തിൽ തന്നെ കഴിക്കാൻ തുടങ്ങി. അവർ നല്ല ചങ്ങാതിമാരായി. ഒരു ദിവസം അവർ രണ്ടുപേരും ജനൽ അകരികിൽ നിന്ന് സ്നേഹം പങ്കിടാൻ തുടങ്ങി. അങ്ങനെ അവർ കൂട്ടുകാരായി മാറി. കുട്ടികളെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലായി? സ്നേഹം എന്നത് വലിപ്പത്തിലോ ഭയത്തിലോ അളക്കാനുള്ളതല്ല. ചിലപ്പോഴൊക്കെ ഒറ്റ തുള്ളിക്കരുണ എത്രയോ ജീവിതങ്ങൾ മാറ്റിമറിക്കും. അച്ഛനോടും അമ്മനോടും പറഞ്ഞ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.